ഇന്ന് ഒപിയിൽ വന്നൊരു കുട്ടിയാണ്, 4 വയസ്സുള്ളൊരു കുട്ടി. ആ കുട്ടിക്ക് സോളിഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് ചവച്ചരച്ച് കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടിയുടെ പേരൻസ് കുട്ടീനെ കൊണ്ടുവന്നത്. നമ്മളൊരു കേസ് ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ പേരൻസ് തന്നെ പറയുണ്ടായി, ഈ 4 വയസ്സ് വരെ കുട്ടിക്ക് ഭക്ഷണങ്ങൾ എല്ലാം തന്നെ മിക്സിയിൽ അടിച്ച് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ മിക്സിയിൽ അടിച്ചു കൊടുക്കുമ്പോൾ കുട്ടിക്ക് എങ്ങനെയാണ് ബൈറ്റ് ചെയ്യാനും ചൂ ചെയ്യാനൊക്കെ പഠിക്കാനായിട്ട് സാധിക്കുന്നത്? അങ്ങനെ ഒരു പ്രാക്ടീസ് കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ കുട്ടി പിന്നെ നമുക്ക് കുട്ടിക്ക് സോളിഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് വരും. ഇങ്ങനെ ഫുഡ് കഴിപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് ഫുഡ് ഇൻസെൻസിറ്റിവിറ്റീസും ഫുഡ് ഇൻടോളറൻസും വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ ഫീഡിങ് ഹാബിറ്റ്സിലും അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. സോ ഒരു 6 മന്ത്സ് വരെ കുട്ടിക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടിയുടെ ഫുഡിന്റെ കൺസിസ്റ്റൻസി ട്രാൻസിഷൻ ആ ഒരു ലെവലിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കുട്ടിയിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് ലിക്വിഡ്, സെമി സോളിഡ്, സോളിഡ്. ഒരു 1.5 വയസ്സ് 2 വയസ്സിൽ അത് നമ്മൾ എന്താണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് എത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് ഡിഫറെന്റ് ടെക്സ്റ്റേഴ്സിലുള്ള ഫുഡുകളും കൊടുക്കേണ്ടതാണ്. അതുപോലെ ഡിഫറെന്റ് ടേസ്റ്റിലുള്ള ഫുഡുകളും കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ കുട്ടീനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ കുട്ടിക്ക് ഫീഡിങ് ഡിഫിക്കൽട്ടീസോ ഫുഡ് ഇൻടോളറൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, താങ്ക് യു.